ാണ് നമ്മുടെ ഈ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക് നൽകിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, കഫാറത്താണ് നമ്മുടെ ദമ്പിന് എന്നുള്ളത് കൊണ്ട് മാത്രം ചെറിയ രീതിയിൽ ഞാനെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ ഞാൻ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് റിഫാഇ തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്, ആ മഹാന്റെ ജീവിതം എന്ന് പറയുന്നത് ഖിദ്മത്താണ്. ആ മഹാന്റെ ജീവിതം എന്ന് പറയുന്നത് സേവനമാണ്, സഹാനുഭൂതിയാണ്, സഹനമാണ്, സ്നേഹമാണ്. ഇതാണ് ഇവിടെ പ്രചരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിന്റെ ജീവിതം. നേരത്തെ നാട്ടുകാരൻ തന്നെ ഇവിടെ പറഞ്ഞുവല്ലോ, ഒരാൾ കാണാൻ വന്നാൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷമേ അദ്ദേഹത്തിന്റെ കിടപ്പറയിലേക്ക് പോവുകയുള്ളൂ. നമ്മളൊരു കുറിപ്പ് കണ്ടു, മരണ ദിവസം ശൈഖുനാ മാണിയൂർ ഉസ്താദിന്റെ ജനാസ കാണാൻ വേണ്ടി വൻ ജനാവലി റോട്ടിൽ മുഴുവനും നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സംഘാടകർ, വിക്കായ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് ശങ്കിച്ചു പോയി. ഇത്രയും ആളുകൾ ശൈഖുനായുടെ ജനാസ കഴിഞ്ഞതിന് ശേഷം അസർ നമസ്കാരത്തിന് മുമ്പ് ഇങ്ങനെ ജനാസ ദഫൻ ചെയ്യാൻ പറ്റുമോ എന്ന ചെറിയൊരു ആശങ്ക. കുറിപ്പുകാരൻ എഴുതുന്നു, എല്ലാ ആളുകളെയും ആ ബഹുമാനപ്പെട്ട തിരുമുഖം കണ്ടതിന് ശേഷം അസർ ബാങ്കോടുകൂടി പ്രത്യേകം മാണിയൂർ ഉസ്താദ് ഒരുക്കി വെച്ച ആ അറയിലേക്ക്, അതല്ലെങ്കിൽ ആ ഖബറിലേക്ക് ദഫൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് മാണിയൂർ ഉസ്താദിന്റെ ഒരു കറാമത്ത് തന്നെയാണ് എന്ന് കുറിപ്പുകാരൻ എഴുതുക. നോക്കണം നിങ്ങൾ, നേരത്തെ ബഹുമാനപ്പെട്ട വെള്ളിയിലെ ഉസ്താദ് പറയുകയാണ്, വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കിയിട്ട് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിൽ